തലയ്ക്ക് വെളിവുള്ള പോലീസുകാരൻ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജസും സംഗതിയൊക്കെ ആയിട്ട് ഇയാളെ സാക്ഷിയായിട്ട് അവിടെ എഴുന്നള്ളിക്കുമോ? ഒരു ചുക്കും കയ്യിലില്ലാത്തൊരു മനുഷ്യൻ, വെറും വാചകമടി മാത്രം. ബട്ട് ചാനലിൽ കിടന്ന് ഷൈൻ ചെയ്യും. ഈ ചാനൽ ഷൈനിങ് കൊണ്ട് കേസ് ജയിക്കാൻ പറ്റില്ല. ഇത് വക്കീലന്മാരോട് പറഞ്ഞാൽ അവരും സമ്മതിക്കില്ല. ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ കേസ് ഹൈക്കോടതിയിൽ പോയാലെങ്കിലും ദിലീപ് ശിക്ഷിക്കപ്പെടണം. അതിനുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കണം. ഈ ഹൈക്കോടതിയിലും തോക്കുമെന്നാണ് അവർക്ക് വിലയിരുത്തൽ. തോറ്റാൽ പോലും ജനമനസ്സിൽ ദിലീപ് കുറ്റക്കാരനായിട്ട് കിടക്കണം. അതിനു വേണ്ടിയിട്ട് നിരന്തരം നടത്തുന്ന ക്യാമ്പയിനാണ് നമ്മളീ കാണുന്നത്. മഹാമോശമാണ് ഇത് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ പിന്നാലെ വെഞ്ചൻസുമായിട്ട് വലിയൊരു വിഭാഗം ഇറങ്ങിത്തിരിക്കുന്നത് ശരിയല്ല. എല്ലാവരും ആണയിടുന്നത് മലയാളിയുടെ മനസ്സാക്ഷി എന്ന്. അങ്ങനെ മനസ്സാക്ഷിയൊക്കെ കോടതിയുടെ കൂടെയാണ്. കോടതിയാണ് ഇതിന് തീർപ്പ് കൽപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോടതി പൊട്ടക്കോടതിയാണ്. എനിക്ക് അനുകൂലമായിട്ട് വിധിച്ചാൽ നല്ല കോടതി, ഇല്ലെങ്കിൽ മോശം കോടതി. ഇത് പൊതുജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഈ ടെക്നിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വാഗ്വാദങ്ങൾ അവസാനിപ്പിക്കുക. അപ്പീൽ പോകാനുള്ളവർ അപ്പീൽ പോവുക, വിധി കിട്ടുന്നത് വാങ്ങുക, സമർത്ഥമായിട്ട് കേസ് നടത്തുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതല്ലാതെ ഈ തെരുവിൽ കിടന്ന് ഗോഗോ വിളിച്ചും സോഷ്യൽ മീഡിയയിൽ തർക്കിച്ചും ഒരു കേസ് ജയിക്കാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. ഇതിപ്പോൾ ഇത്തരത്തിൽ ജഡ്ജിയെ സമ്മർദ്ദത്തിലാക്കുന്നു, വളരെ ശക്തമായ സൈബർ ആക്രമണം ജഡ്ജിക്കെതിരെ നടത്തുന്നു എന്നുള്ള ഒരു പരാതി ഉയർന്നു കഴിഞ്ഞു. നിയമവൃത്തങ്ങളിൽ തന്നെ അത്തരത്തിലൊരു ഒരു പരാതി ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ആ പരാതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അങ്ങ് പറഞ്ഞതുപോലെ കേസാണെങ്കിൽ കേസായി പോവുക, ഇത് തെരുവിൽ ഇത്തരത്തിൽ ഉള്ള പ്രസ്താവനകളിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഒരു അഭിപ്രായമായി അങ്ങ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഒരു കഴിഞ്ഞ ദിവസം അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നു, കുറച്ച് സമയം സംസാരിക്കുന്നു, ഒപ്പമാണ് സംസ്ഥാനവും എന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു, കേസുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അതിന് പിന്നാലെ പലരും പരസ്യമായി പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നടി മഞ്ജു വാര്യരും കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടരുന്നത് അങ്ങ് പറഞ്ഞതുപോലെ അത്ര ഭൂഷണമല്ല. പക്ഷേ ഇപ്പോൾ ഒരു KSRTC ബസ്സിൽ ദിലീപ് അഭിനയിച്ച ചിത്രം പ്രദർശിപ്പിക്കുന്നത് പോലും വിമർശനത്തിന് വിധേയമായി. അവിടെ ഒരു തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. ഇത് എങ്ങോട്ട് പോകും എന്നാണ് അങ്ങ് കരുതുന്നത്? അല്ലെങ്കിൽ ഈ തർക്കം ഇത്തരത്തിൽ നിലനിൽക്കുവാനുള്ള കാരണം കോടതി വിധിയാണ്. പക്ഷേ എത്ര നാൾ ഈ തർക്കം ഇങ്ങനെ മുന്നോട്ട് പോകും? അത് ഈ തർക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി തന്നെയാണ്. ഈ KSRTC ബസ്സിലെ സംഭവത്തിനൊക്കെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. കാരണം മുഖ്യമന്ത്രി കുറേ നാളായിട്ട് ഒരു പോലീസ് സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്നു, ഇല്ലേ? ഈ ഏതെങ്കിലും സ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിൽ അവരിപ്പം നേരെ മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയെ കാണാനാണ് പോകുന്നത്. ആ സ്ത്രീ ആരാണെന്ന് നോക്കിയിട്ട് മുഖ്യമന്ത്രി അവർക്ക് സമയം അനുവദിക്കും. സാധാരണ സ്ത്രീയാണെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ചില പ്രത്യേക സ്ത്രീകൾക്ക് പരിഗണനയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ പരാതി കൊടുത്ത സ്ത്രീ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു. 40 മിനിറ്റ് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. 40 മിനിറ്റ് അടച്ചിട്ട മുറിയിൽ പിണറായി വിജയൻ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നതായിട്ട് ലിയോയ്ക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. MV ഗോവിന്ദനോട് പോലും സംസാരിക്കില്ല 40 മിനിറ്റ് അടച്ചിട്ട മുറിയിൽ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ വന്ന പെൺകുട്ടി അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നാണ് പരാതി എഴുതി കൊടുത്തതെന്നൊക്കെ വാർത്ത വന്നിരുന്നു. സത്യാവസ്ഥ നമുക്കറിയില്ല, അടച്ചിട്ട മുറിയാണല്ലോ. ഇതുപോലെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്ന പോലീസ് സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുന്നത് ചില പ്രത്യേക ആൾക്കാരെയാണ്. ഇപ്പോൾ അതിജീവിതയ്ക്ക് ഈ സൈബർ ബുള്ളിയിങ്ങിൽ അവർക്ക് പ്രയാസമുണ്ട്. അവർ ചെയ്യേണ്ടത് അവർ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, അല്ലാതെ മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് ഷോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ബട്ട് ആ ഷോയ്ക്ക് ഒരു മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കാനുണ്ട്. നോക്ക്, ഐ ആം ക്ലോസ് ടു ചീഫ് മിനിസ്റ്റർ, ഡോണ്ട് പ്ലേ വിത്ത് മീ. അതാണ്. അത് സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയുള്ളൂ. ആ പ്രകോപനം തനിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറുന്നത്. മുഖ്യമന്ത്രി ഈ എല്ലാ കേസുകളും ഒരുപോലെ, എല്ലാ സ്ത്രീകളെയും ഒരുപോലെ, എല്ലാ പെൺകുട്ടികളുടെ മാനത്തിനും വില തുല്യമാണ്
എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കി പെരുമാറിയാൽ ഈ പ്രശ്നം താനെ അടങ്ങിക്കോളും. ബട്ട് ഇത് ആളിക്കത്തിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ്, രാഷ്ട്രീയ ആവശ്യമാണ്.